أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. നമ്മളെ സൈനി ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ഒഴിവ് സമയം വന്നപ്പോ നമ്മളെ പ്രിയപ്പെട്ട ഷാബിൻ ഖത്തർ മൈക്കെടുത്ത് നല്ല പരിപാടി. അൽഹംദുലില്ലാഹ് ഇനിയും നമുക്ക് ഒഴിവ് സമയങ്ങളിൽ അത് തുടരണം. കുറച്ച് സമയം നമുക്ക് ഫത്ഹുൽ മുഈനിന്റെ കുറച്ച് ഭാഗങ്ങൾ ഓതാം ഇൻഷാ അല്ലാഹ്. ഇന്നലെ അൽഹംദുലില്ലാഹ് മലപ്പുറത്ത് മഹാനായ താജുൽ ഉലമ തങ്ങൾ പാപ്പാന്റെ അനുസ്മരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരവും ഗംഭീരവുമായി നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമ തങ്ങൾ അവരുടെ ദറജ ഉയർത്തി അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനും അവരോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പുതിയ പ്രസിഡന്റ് പഴയകാല സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയുമായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും ആഫിയത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ അതിന്റെ സമയമല്ല. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അടുത്തറിയുന്ന ഒരു വലിയ മഹാനാണ്. ഞാൻ മുത്തഅല്ലിമായി മാവിലക്കടപ്പുറത്ത് താമസിക്കുന്ന UK ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് ഓതി താമസിക്കുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, അന്ന് മട്ടമ്മല് മുദരിസ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, ആ കാലം മുതൽ തന്നെ എനിക്ക് അടുത്തറിയുന്നതും ഒരു കൊല്ലം ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്റെ സ്വന്തം നാട്ടിൽ കൈക്കോട്ടുകടവ് എന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ ചെറിയ തോതിൽ ദർസ് നടത്താനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ രണ്ട് സമയത്തും വളരെ അടുത്ത പരിചയം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകളെ പറ്റി അറിയുകയും ചെയ്യാം. ആ ഓർമ്മയിൽ സമസ്തയുടെ സ്ഥാപക നേതാവായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകളെ കാണാനുള്ള ഭാഗ്യം തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വരുന്ന ഓരോ കാൽപ്പാടുകളിലും കൂടെ പൊന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കം മുതൽ തന്നെ അതിന്റെ ആശയം തൊട്ട് തുടങ്ങി ഇന്നോളം ആ രംഗത്ത് വളരെ വിലപ്പെട്ട എഴുത്തുകാരനാണ്. ഒരുപാട് പ്രസംഗിക്കുന്നതിനുപരി എന്നേക്കും ഒരു നീക്കിയിരിപ്പ് എന്ന നിലക്ക് ഒരുപാട് വിലപ്പെട്ട പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയ വലിയൊരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്. മഹാനായ തങ്ങളുപ്പാപ്പ അവർകൾ മുമ്പ് വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പയിൽ നിന്ന് കൈമാറി വന്ന് ഇപ്പൊ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പയിൽ നിന്നിട്ട് ഏറ്റെടുത്ത സമസ്തയുടെ അമരത്തിരിക്കാനുള്ള ആ സൗഭാഗ്യം കിട്ടിയ മഹാനായ ഉസ്താദ് എല്ലാ അർത്ഥത്തിലും അതിന് അഖിലാണ്. ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിലായി അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ വഴി തെളിയിച്ചു തരുന്ന സന്മാർഗത്തിൽ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ജീവിച്ചു മരിക്കാൻ, ആ മാർഗത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് ഫത്ഹുൽ മുഈൻ ഓതാം ഇൻഷാ അല്ലാഹ്.
ആലൂരാജി ഉണ്ടല്ലോ അവിടെ. ആലൂരെ നമുക്ക് ഫത്വൽ മീൻ എവിടെ എത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ? ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഫായിദത്തുൻ നിഞ്ഞോദാനുള്ളത്. ഫായിദത്തുൻ യഹ്റുമു തതഹുറു. പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു മസ്അലയാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയും പോലെ അല്ലല്ലോ. കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങള് അവരുടെ ഇബാറത്ത് പറയുമ്പം അത് ഓതി അർത്ഥം വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉസ്താദന്മാര് സ്വന്തം പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും ഖൽബിന് ശിഫാവും ധൈര്യവും കിട്ടുമല്ലോ. അപ്പൊ എന്താ, പുതിയൊരു വിഷയമൊന്നും അല്ല, മുമ്പ് പലപ്പോഴും നമ്മൾ ഓതിയ വിഷയം തന്നെ, അല്ല പറഞ്ഞ വിഷയം തന്നെ. എന്താണത്? യഹ്റുമു ഹറാമാവും അത്തതഹുറു ശുദ്ധീകരണം നടത്തൽ, വുളൂ ചെയ്യുക, കുളിക്കുക എന്നിങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയ. ഇനി അതുപോലെ തന്നെ നജസിനെ ശുദ്ധിയാക്കലും ഒക്കെ തതഹുറിൽപ്പെട്ട തന്നെ. ഇസ്ലാമിൽ ഫർളായി കൽപ്പിക്കപ്പെട്ട വലിയ ശുദ്ധിയുള്ളവൻ ആ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകലും, ചെറിയ ശുദ്ധിയുള്ളവൻ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ട സമയത്ത് അത് ശുദ്ധിയാവലും, അഫു ചെയ്യപ്പെടാത്ത നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയവൻ അതിൽ നിന്ന് ശുദ്ധിയാക്കലും നിർബന്ധമാണല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള ഫർളായ ഈ ശുദ്ധീകരണം ഹറാമാണ് ബിൽ മുസബ്ബലി ലിശുർബി, കുടിക്കാൻ വേണ്ടി സബീലാക്കി വെച്ച വെള്ളം. ഞാനതിന് മലയാളത്തിൽ അർത്ഥം പറയുന്നതിനെക്കാട്ടിലും ഇവിടെ അറബി രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന തോനെ ആളുകൾക്കും മനസ്സിലായ സബീല് എന്ന് പറഞ്ഞാലാ. ഗൾഫിലൊന്നും പോകുന്ന തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോ സംശയം ഉണ്ടായി എന്ന് വരും, എന്താ സബീല് പറഞ്ഞാൽ. എന്നാലും കീശീരിയുടെ കീശീരിന്റെ ക്യാമ്പ് ഉണ്ടായാലും മതി. കീശീരി ആലൂരാജിക്ക് ഇബാറത്ത് അടിക്കാൻ പറ്റാത്ത എന്തോ ചെറിയ പ്രശ്നം പി സിയിലുണ്ട് എന്നാണ്. പി സിക്ക് എന്തോ ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇബാറത്ത് പബ്ലിക്കിൽ അടിക്കാൻ പ്രയാസാണ്. അപ്പോ ഇനി കീശീരിന്റെ ക്യാമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളെ ബഹുമാനപ്പെട്ട കല്ലാച്ചുസ്താദോ ഇങ്ങനത്തെ ആരെങ്കിലും ഒരാള് അടിച്ചാൽ നന്ന്. ഇനി ഇല്ലെങ്കിൽ എനിക്ക് കാണാതെ പറയുന്നതിനിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, വേറെ വിഷയ. ഞാൻ കാരണം നമ്മുടെ കിതാബ് നേരിട്ട് ജീവനുള്ള കിതാബ് വെച്ച് കണ്ട് തന്നെയാണ് ദർസ് നടത്തുന്നത് കേട്ടോ. അപ്പോ മുസബ്ബലിന് ഷുറുബി, കുടിക്കാൻ വേണ്ടി സബീലാക്കി വെച്ച വെള്ളം കൊണ്ട് വുളൂ ചെയ്യുക. ആയിക്കോട്ടെ, വേറെ ഉസ്താദ് അടിച്ചിന് തൊൽഹ എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദാ. ആരോട്ടെ, ഉസ്താദ്മാർക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആ ഫോണിന്റെ ഒന്നുകൂടി വലുതാക്കിയാൽ നന്നു ഉസ്താദ്, എന്നാ കുറച്ചുകൂടി നന്നാവും. മനസ്സിലായി? ഇപ്പൊ അങ്ങനെ മതി. ഇനി അടിക്കുമ്പം അതാ 3ലേക്ക് ആക്കിയിട്ട് കുറച്ചുകൂടി വലുതാക്കിയ കാണാൻ എന്നെ പോലത്തെ വയസ്സന്മാർക്ക് കുറച്ചുകൂടി എളുപ്പേക്കും. മനസ്സിലായില്ലേ? അപ്പൊ വഖഫ് ചെയ്താലും അങ്ങനെ അതാണ് നല്ല. ഈ വലുപ്പത്തിലായാലും നോക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. വഖഫ് ചെയ്യപ്പെട്ടതും സബീലായത് അത് ഒരാള് സ്വന്തമായിട്ട് തന്റെ വക സദഖയായിട്ട് വഖഫാക്കിക്കൊള്ളണമെന്നില്ല. സബീലായിട്ട് പൊതു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി സബീലായിട്ട് വെക്കപ്പെട്ട വെള്ളം. എന്തിനു വേണ്ടി സബീലായിട്ട്? ലിശുർബി കേട്ടോ, കുടിക്കേണ്ടതിന് വേണ്ടി സബീലാക്കി വെച്ച വെള്ളത്തിൽ നിന്നും നജസ് ശുദ്ധിയാക്കുക, ചെറുതും വലുതുമായ അശുദ്ധി ശുദ്ധിയാക്കുക എന്നിങ്ങനെയുള്ള ശുദ്ധീകരണം നടത്തൽ ഹറാമാവുന്നു. അപ്പൊ അതാ നമ്മൾ സാധാരണ പറയല്, ഹറമിലൊക്കെ പോകുമ്പം ലിശുർബി ഫഖത്ത് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. കുടിക്കാൻ മാത്രം എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. കുടിക്കാൻ മാത്രം എന്ന് പറഞ്ഞാൽ മറ്റൊരാവശ്യത്തിനും ഇത് അനുവദിക്കപ്പെടുന്നതല്ല, കുടിക്കേണ്ട ആവശ്യത്തിന് മാത്രമുള്ളതാണ് എന്നാണ് ലിശുർബി ഫഖത്ത് എന്ന് ബോർഡ് വെക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ അത് സബീലായ വെള്ളവുമാണ്. ഇങ്ങനെ കുടിക്കാൻ വേണ്ടി മാത്രം എന്ന് സബീലാക്കി വെച്ച വെള്ളം കൊണ്ട്
സാധാരണ ധാരാളം ആളുകൾ ഹറമിൽ വെച്ച് ചെയ്യുന്ന പണിയാണ്. ആ വെള്ളം എടുത്തുകൊണ്ട് വുദൂ ചെയ്യും. പുറത്തുപോയി വരുമ്പോക്ക് നേരം താമസിക്കും എന്ന നിലക്ക്. പക്ഷെ നേരം താമസിച്ച് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും വരെ ഹറാമ് വരുന്നില്ല. മറിച്ച് ആ വെള്ളം എടുത്ത് വുദൂ ചെയ്താൽ ഒരു ഹറാമിന്റെ കുറ്റം പേറണം. അള്ളാന്റെ ഹറമിൽ വെച്ചിട്ട് ഹറാമ് ചെയ്താൽ ലക്ഷത്തിന്റെ എണ്ണമില്ലെങ്കിലും സാധാരണ തെറ്റിനേക്കാൾ എത്രയോ ഗുരുതരമായ ഗൗരവമേറിയ കുറ്റമായി മാറും എന്ന കാര്യം ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും പിന്നെ എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. കുടിക്കാൻ വേണ്ടി മാത്രം സബീലാക്കിയ വെള്ളത്തിൽ നിന്നും തതഹുറ് പാടില്ല, ഹറാമാണ്. അത് മാത്രമേ അവിടെ കിട്ടൂ എന്ന് കണ്ടാൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചു കൊള്ളണം എന്ന. അപ്പുറത്തൊന്നും വെള്ളം കിട്ടാനില്ല, ആകെ കുടിക്കാൻ വേണ്ടി സബീലാക്കിയ വെള്ളമേ ഉള്ളൂ എങ്കിൽ അവിടെ ജനാബത്തുണ്ടായാലും അതല്ലെങ്കിൽ വുദൂ ഇല്ലാതിരുന്നാലും ഒക്കെ തയമ്മം ചെയ്യാനല്ലാതെ കുടിക്കാൻ വെച്ച വെള്ളം കൊണ്ട് വുദൂ ചെയ്യാനോ കുളിക്കാനോ പാടില്ല, അത് ഹറാമാണ്. വകറ ഈ മുസബ്ബനായ വെള്ളം കൊണ്ട് ശുദ്ധീകരണം ഹറാമാണെന്നതുപോലെ തന്നെ ബിമാഇൻ ഒരു വെള്ളം കൊണ്ടും ശുദ്ധീകരണം ഹറാമാണ്. എങ്ങനെയുള്ള വെള്ളമാണ്? ജുഹില ഹാലുഹു അതിന്റെ അവസ്ഥ അറിയപ്പെട്ടിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന സ്ഥലമാണ്. സാധാരണ ആളുകൾ ധാരാളം കൂടുകയും മാലിന്യങ്ങളും സാധാരണക്കാരും ഒക്കെ വരികയും എപ്പോഴും ആളുകൾ പെരുമാറുകയും ചെയ്യുന്നത് അല്ലാത്തൊരു സ്ഥലത്ത്. ഉദാഹരണം മുസാഫിരീങ്ങളൊക്കെ ധാരാളം യാത്ര പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാത്രത്തില് അതല്ലെങ്കിൽ ഒരു ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സബീലി എന്ന് ബോർഡും വെച്ചാണ്. എന്തിന് സബീലി എന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള വെള്ളത്തിൽ നിന്നും തതഹുറ് പാടില്ല. കാരണം എന്താണ്? അത് കുടിക്കാനുള്ളതാവാം എന്നാണ് അലൽ ഔജുഹി പ്രബലമായ വജ്ഹ് അനുസരിച്ച് മുഅ്തമദനുസരിച്ച്. ഇത് കുടിക്കാനുള്ളതാണോ അതല്ല ശുദ്ധീകരണത്തിനുള്ളതാണോ അല്ലെങ്കിൽ രണ്ടിലും കൂടിയുള്ളതാണോ എന്ന് അറിയില്ല. എന്നാലും അതുകൊണ്ട് ശുദ്ധീകരണം പാടില്ല, ഹറാമ് തന്നെ എന്നാണ് മുഅ്തമദ്. പക്ഷെ അതിലൊരു ഖിലാഫ് ഉണ്ട്. അതിലേക്ക് സൂചന ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് വേറിച്ചറിഞ്ഞ്. ഇതിപ്പോ സാധാരണ നമുക്ക് എപ്പോഴും പറയുന്നത്. ഇനി കൂട്ടത്തിൽ ഒന്ന് പറയാം. കഥ ഇതുപോലെ തന്നെ ഹറാമാണ് ഹംലു ശൈഇൻ മിനൽ മുസബ്ബലി സബീലായി വെച്ച വെള്ളത്തിൽ നിന്നിട്ടും ചുമന്നു കൊണ്ടുപോകൽ ഇലാ ഗൈരി മഹല്ലിഹി ആ സ്ഥലം എവിടെയാണോ അതിനെ സബീലാക്കി വെച്ച ആ സ്ഥലത്ത് അല്ലാത്ത വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാല് ഗൾഫിലുള്ള നമ്മളെ ആളുകളിൽപ്പെട്ട പലരും ചെയ്യുന്ന കടുത്തൊരു ഹറാമുണ്ട്. കടുത്തൊരു ഹറാമ് പലർക്കും പലപ്പോഴും അനുഭവപ്പെട്ടിരിക്കും. ഇവിടെ മുനിസിപ്പാലിറ്റികൾ ശരിക്ക് കൃത്യമായിട്ട് വെള്ളം തരുന്നതിൽ പരാജയമാണ്. പലപ്പോഴും കിട്ടിയെന്ന് വരും, പലപ്പോഴും കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ വെറുതെ വെള്ളം പാഴായി പോകും, ആവശ്യത്തിന് കിട്ടുകയുമില്ല. അതിന്റെയൊക്കെ നിലാമ് ഇവിടെ വേണ്ടത്ര ഭംഗിയല്ല എന്നർത്ഥം. അപ്പൊ വെള്ളമില്ല, റൂമിൽ വെള്ളമില്ല. കേരളക്കാരായ നമ്മക്കാണെങ്കിലോ കുളിക്കാതെ ഒരു ദിവസം ജീവിക്കാനൊട്ട് കഴിയൂല. എന്നാ എന്ത് ചെയ്യും? സുബൈക്ക് സാധാരണ പള്ളിയിൽ പോകാത്ത ആൾക്കാരെല്ലാവരും സുബൈക്ക് പള്ളിയിൽ പോവും. എന്തിനാ അറിയോ? പള്ളിക്കത്തെ ഹമ്മാമിൽ വെള്ളം ഉണ്ടാവും. പോകുന്ന സമയത്ത് ഓരോ പ്ലാസ്റ്റിക് ക്യാനുമായിട്ടാ പോവുക. ബാത്റൂം കയറിയിട്ട് അല്ലെങ്കിൽ വുദൂഖാനെ കയറിയിട്ട് ഈ ക്യാൻ നടക്കും, അവിടുന്ന് വുദൂക്കും ചെയ്യും. പള്ളിക്ക് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കാനാണെന്ന് ബാഹ്യമായി തോന്നും. പക്ഷേ സാധാരണ ജമാഅത്തിന് പോകാത്ത ആളന്ന് പോയതിന്റെ ഉദ്ദേശം കക്കൂസിലൊക്കെ നന്നായി പോയി വുദൂ എടുത്ത് നിസ്കരിക്കുകയും ചെയ്യുക, കുളിക്കാനുള്ള വെള്ളം അവിടുന്ന് എന്താക്കി കൊണ്ടുവരും ചെയ്യാന്ന് ക്യാനിൽ നിറച്ച് കൊണ്ടുവരും ചെയ്യുക. അങ്ങനെ ക്യാനുകൾ നിറച്ച് കൊണ്ടുവന്ന് എന്തു ചെയ്യുന്നു? വീട്ടിൽ കൊണ്ടുപോയി അഥവാ റൂമുകളിൽ കൊണ്ടുപോയി കുളിയുടെ ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നു. കടുത്ത ഹറാമാണ്, കടുത്ത ഹറാമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വേറെ കുറച്ച് സാധുക്കളുണ്ട്, സാധുക്കളെ കുറ്റം പറയല്ല. ആ സാധുക്കളെ പരിപാടി എന്താ? കാറ് കീട്ടാ ജീവിക്കണത്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ. ഇപ്പൊ അതൊക്കെ വളരെ കുറഞ്ഞാണ്. കാരണം പോലീസിന്റെ നിയന്ത്രണവും അന്വേഷണവും പിടുത്തവും ഒക്കെ ആയതുകൊണ്ട്. എന്നാലും ഉണ്ട് അവിടെ. അങ്ങനെ പള്ളിക്കലെ ഹമ്മാമിലെ വെള്ളത്തിൽ നിന്നും
ക്യാനുകളിലും ബക്കറ്റുകളിലും നിറച്ച് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് അതുകൊണ്ട് വല്ലോന്റെയും കാറ് കഴുകി കൊടുത്ത് അതുകൊണ്ട് 10 ദിർഹമോ അല്ലെങ്കിൽ 10 റിയാല് കിട്ടുന്നത് വാങ്ങിയിട്ട് ജീവിക്കുന്നവർ, അതും കടുത്ത ഹറാമാവുന്നു. ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചുകൊണ്ട് ഹറാമ് തിന്ന എന്ന് പറയുന്ന വകുപ്പിൽ അതും പെടും. ചെയ്യാൻ പാടില്ല. ഇത് വളരെ കുറവാണ് മലയാളികൾ ചെയ്യല്. കാരണം അധികം നമ്മൾ ഇവിടെയൊക്കെ കർപ്പന്മാരപ്പായ ഏർപ്പാടുകാര്, ഓർക്ക് പിന്നെ തീരെ വിവരമില്ലാത്ത സാധു ജാഹിലീങ്ങളാ. എന്നാൽ മറ്റേ പണി ചെയ്യുന്നവർ പലരും ഉണ്ട്. എങ്ങനെ? ക്യാനുമായിട്ട് പള്ളിക്ക് പോവുക, എന്നിട്ട് പള്ളിയിലെ അമ്മാമിൽ നിന്നും വെള്ളം ശേഖരിച്ച് കൊണ്ടുവരിക, റൂമിൽ കൊണ്ടുവന്നിട്ട് കുളിക്കുക. അത് കടുത്ത ഹറാമാണ്. എന്ന് മാത്രമല്ല, കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തീര് സബീൽ വെച്ചിട്ട് വെള്ളം ഇപ്പോ പല വില്ലകളിലും, പ്രത്യേകിച്ച് ഈ അറബികൾ, മലയാളിമാരായ അറബികൾ വലിയ ദാനശീലരുണ്ട്. അവരുടെ ധർമ്മത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് വെള്ളക്ഷാമമുള്ള പല പ്രദേശങ്ങളിലും അവരുടെ കോമ്പൗണ്ട് വാളിന് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയിട്ട് പുറത്ത് വെള്ളമെടുക്കാനുള്ള സൗകര്യമുണ്ടാക്കി അകത്ത് ഫ്രിഡ്ജ് വെച്ച് വെള്ളം ശുദ്ധീകരിച്ച് തണുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നിട്ട് കുടിക്കാനാണ്. ഈ കുടിക്കാനുള്ള വെള്ളത്തിനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കുടിക്കേണ്ട ആവശ്യത്തിനാണെങ്കിൽ പോലും പാത്രങ്ങളിൽ ശേഖരിച്ച് അത് കൊണ്ടുപോകുന്നത് ഹറാമാവുന്നു. ആരാപ്പ നോക്കല്? ഈ പുറത്ത് പണിയെടുക്കുന്ന, ചൂടുള്ള സമയത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള കമ്പൗണ്ട് വാളിൽ വെച്ച കല്ലാജിൽ നിന്നും വെള്ളം ശേഖരിച്ച് കുപ്പികളിലോ അതല്ലെങ്കിൽ മറ്റ് ക്യാനുകളിലോ പാത്രങ്ങളിലോ ഒക്കെ നിറച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നിറച്ചു കൊണ്ടുപോകൽ ഹറാമാണ്. കുടിക്കാൻ വേണ്ടി വെച്ച വെള്ളം കുടിക്കാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നാലും അത് അവിടുന്ന് കൊണ്ടുപോകാൻ വകുപ്പില്ല. കുടിക്കാനുള്ള വെള്ളം കുടിക്കുക, അവിടുന്ന് കുടിക്കുക. അതേസമയത്ത് ഉദു ചെയ്യാനുള്ള വെള്ളം കൊണ്ട് ഉദു ചെയ്യുക, അവിടുന്ന് ഉദു ചെയ്യുക. കുളിക്കാനും ഉദു ചെയ്യാനുള്ള വെള്ളം കൊണ്ട് അവിടുന്ന് കുളിക്കുക, ഉദു ചെയ്യുക. കൊണ്ടുപോകാൻ പാടില്ല. മുസബലാണെങ്കിൽ, വഖഫാണെങ്കിലും പാടില്ല. വഖഫിനേക്കാളും ഒന്നുകൂടി ലഘുവാണ് യഥാർത്ഥത്തിൽ ഈ മുസബലി പറയുന്നത്. അപ്പൊ വഖഫ് ഏതായാലും പറ്റൂല, മുസബലിൽ നിന്നിട്ടും പറ്റുകയില്ല. മനസ്സിലായാലും. പിന്നെ അത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. കിതാബിൽ തന്നെ ഇമാമിങ്ങൾ പറഞ്ഞത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ആട്ടനെ വലിയ ഇനി മറ്റൊരു വിഷയമാണ് പറയുന്നത് കേട്ടോ. വുദൂന്റെ വിഷയമൊക്കെ കഴിഞ്ഞു, അതിന്റെ ഫർളും കഴിഞ്ഞു, സുന്നത്തും കഴിഞ്ഞു. അങ്ങക്ക് അവിടെ വെള്ളം ഇഷ്ടം പോലെ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കഥയൊന്നും പറയണ്ടെങ്കിൽ ചിരി. ഞങ്ങള് ഇവിടെ ജീവിക്കുന്നത് വല്ലാത്തൊരു വിഷമത്തിലാണ്. വെള്ളമുണ്ട്, എങ്ങനെയുണ്ട് വെച്ചാൽ ഈ ഉപ്പ് കലർന്ന കിണർ വെച്ചിന് ഞങ്ങൾ സ്വന്തമായിട്ട്. അതുകൊണ്ട് വെള്ളം എപ്പോഴും ഉണ്ട്, 24 മണിക്കൂറും സുലഭമായി വെള്ളമുണ്ട്. പക്ഷേ കുളിക്കാനൊന്നും ഒരു സുഖം കിട്ടൂല. കാരണം ഒരു ഉപ്പിന്റെ ചെറിയ കട്ടിയുള്ളത് കൊണ്ട് ശരീരത്തിലൊക്കെ ഒരു ഒരം പോലെ തോന്നും, അതുപോലെ മുടിയൊക്കെ അങ്ങനെ ഒട്ടുന്നോ തോന്നും. അതാണ് പ്രശ്നം. മറ്റേ നല്ല വെള്ളം 1 മാസത്തിലൊരിക്കൽ ഒക്കെ ചുകിന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ അത് പോയിട്ട് ആഴ്ചയിലൊരിക്കൽ ആരെങ്കിലും നുള്ളിയിട്ട് കരിയുമ്പോ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കള്ളക്കരച്ചിലുണ്ടാകുന്ന കണ്ണീര് പോലെ, ഒന്ന് പേരിൽ ഇങ്ങനെ കണ്ണീര് പോലെ കുറച്ച് സമയം വരും, അത് നിൽക്കും ചെയ്യും. ബില്ല് എല്ലാം കൊടുക്കും വേണം. അള്ളാഹുത്തലൊക്കെ നല്ല നിരക്കാക്കി തരട്ടെ എന്ന് ദ്വാരക്ക. പക്ഷേ വലിയ മുതവ്വിഉ, വുദൂ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൊള്ളണം. അങ്ങനെ കുറച്ചുകൊള്ളണം. ഹത്മൻ, നിർബന്ധമായും കുറച്ചുകൊള്ളണം. ഹത്മ എന്ന് പറഞ്ഞാൽ തിരിയാതെ കണ്ടാന്നുള്ള ആൾക്കാണ് അതിന് ശറഅ വുജൂബൻ എന്ന് പറഞ്ഞത്. നിർബന്ധമായും വുദൂ ചെയ്യുന്ന വ്യക്തി ചുരുക്കിക്കൊള്ളണം. അലാ ഓസ്ലി വാജിബിൻ, അലാ ഓസ്ലിൻ കഴുകുന്നതിന്റെ മേൽ ചുരുക്കണം. ഔ മസ്ലിൻ, അല്ലെങ്കിൽ തടകുന്നതിന്റെ മേൽ എന്ന് പറഞ്ഞാൽ തല തടയുക, ഹുഫ തടയുക എന്നിവയെ തടയുന്നതിനും അതുപോലെ തന്നെ മറ്റവയവങ്ങൾ കഴുകുന്നതിനും ചുരുക്കിക്കൊള്ളണം. എന്തിന്റെ മേൽ ചുരുക്കിക്കൊള്ളണം? അലാ ഓസിലി ഔ മസ്ഹി വാജിബിൻ, വാജിബിനെ കഴിയുന്നതിന്റെ മേൽ ചുരുക്കണം, വാജിബിനെ തടയുന്നതിന്റെ മേൽ ചുരുക്കണം. എന്ന് പറഞ്ഞാൽ സുന്നത്തായത് എടുക്കരുത്. തല തടകൽ 3 വട്ടം തടകൽ സുന്നത്തുണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല, ഒരിക്കേ പാടുള്ളൂ. ചെവി തടകൽ 3 വട്ടം സുന്നത്തുണ്ടല്ലോ, അത് ഒരിക്കേ പാടുള്ളൂ.
മുങ്കൈ കഴുകലും വായിൽ കൊപ്പിക്കലും തുടങ്ങി മുഖവും കയ്യും കാലും കഴുകലും ഒന്നിച്ച് പ്രാവശ്യം കഴുകണമല്ലോ. ഇതൊക്കെ ഫർളിന്റെ മേൽ ചുരുക്കണം. അവിടെ തന്നെ മുങ്കൈ കഴുകലും വായിൽ വെള്ളം കൊപ്പിക്കലും ഒഴിവാക്കണം, ചെവി തടകൽ ഒഴിവാക്കണം, പിന്നെ മുഖം ഒരു പ്രാവശ്യം കഴുകുക, കൈ രണ്ട് മുട്ട ഉൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക, തല ഒരു പ്രാവശ്യം തടയുക, അതുപോലെ തന്നെ കാല് നിര്യാണി ഉൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക. ഇങ്ങനെ ഫർളായ തടകലും ഫർളായ കഴുകലും മാത്രം എടുത്ത് മറ്റുള്ളതൊക്കെ ഉപേക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അതായത് ഫലാ യജൂസു, ഈ ശേഷം പറയുന്ന സന്ദർഭത്തിൽ ജായിസാവുകയില്ല തസ്ലീസുൻ, മുമ്മൂന്നീച്ച പ്രാവശ്യം ചെയ്യുക, തടയുക, അത് സുന്നത്താണല്ലോ. ആ 3 പ്രാവശ്യം ചെയ്യുക എന്ന് പറയുന്ന സുന്നത്ത്, അതുപോലെ തന്നെ വല ഇത്തിയാനു സായിരി സുനനി, മറ്റുള്ള ഒരു സുന്നത്തും കൊണ്ടുവരലും പാടില്ല. മുമ്പ് പറഞ്ഞ വുളൂഇന്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തും കൊണ്ടുവരാതെ ഫർദ് മാത്രം ചെയ്തു കൊള്ളണം. എപ്പോഴ് ലിളീഖി വഖ്തിൻ, കണ്ടോ, നിസ്കാരത്തിന്റെ വഖ്ത് ഇടുങ്ങിയതിനു വേണ്ടി, സമയം കുറഞ്ഞതിന് അർത്ഥം, ചുരുങ്ങിയെന്ന് പറഞ്ഞിട്ട് മനസ്സിലാകാക്കണ്ട. എന്തിനെ തൊട്ട് ചുരുങ്ങി? അൻ ഇദ്റാക്കി സ്വലാത്തി കുല്ലിഹാ ഫീഹി, നിസ്കാരം മുഴുവനായി ആ വഖത്തിൽ എത്തിക്കുന്നതിന് വേണ്ട സമയം ഇല്ല, പരിമിതമാണ്. ആ സാഹചര്യത്തിൽ വുളൂ ചെയ്യുകയാണെങ്കിൽ ഫർദ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, എന്തോ സംഗതി വശാൽ സമയം നീണ്ടുപോയതാ, മഗ്രിബ് അസറാകാൻ സമയം, ഇപ്പോ മുങ്കയ്യൊഴുകി 3 ചട്ടം, വായിൽ വെള്ളം കൊപ്പിളിച്ച് മുക്കിൽ കയറ്റി ചീറ്റി മിസ്വാക്ക് ചെയ്തു, പിന്നെ മുഖം 3 വട്ടം കഴുകി, പിന്നെ കയ്യ് 3 ചട്ടം കയറ്റി കഴുകി, പിന്നെ തല 3 വട്ടം നന്നായി തടകി, പിന്നെ ചെവി 3 വട്ടം തടകി, പിന്നെ കാല് 2 നെരിയാണി ഉൾപ്പെടെയും അതിന്റെ കുറച്ച് മേപ്പെട്ട് കയറ്റിയും 3 വട്ടം കഴുകി, എന്നിട്ട് കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി ഷഹാദത്ത് കലിമയും ദുആവും ചെയ്ത്, ആ പോക്ക് സമയമില്ല. ഇനി പോയ ഒരു റക്കഅത്ത് ആവൂല, അല്ലെങ്കിൽ ഒരു റക്കഅത്ത് ആവുമ്പോഴത്തേക്ക് കവായിപ്പോ. ഈ സാഹചര്യത്തിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. വേഗം വുളൂഇന്റെ ഫർദിനെ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി ഒറ്റ പ്രാവശ്യം മുഖം കഴുകുക, ഒറ്റ പ്രാവശ്യം കൈ 2 മുട്ടോട് കൂടി കഴുകുക, ഒറ്റ പ്രാവശ്യം തല തടയുക, ഒറ്റ പ്രാവശ്യം കാല് നെരിയാണി ഉൾപ്പെടെ കഴുകുക. ദിക്ർ ചെല്ലാനോ ദുആ ചെയ്യാനോ ഒന്നും ശേഷം നിൽക്കാതെ, ബാങ്കും ഇഖാമത്തും ഒന്നും ഓർക്കാൻ നിൽക്കാതെ നേരെ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീർ കെട്ടി നിസ്കരിക്കുക. മറ്റു സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. ഈ നിസ്കാരം കളാവും. കാരണം എന്താണെന്ന് വെച്ചാല്, നിസ്കാരത്തിൽ നിന്നിട്ട് അല്പം വഖ്തിനെ തൊട്ട് പുറത്തു പോകുന്ന നിലക്ക് പിന്തിക്കൽ ഹറാമ. സുന്നത്തൊക്കെ ചെയ്യലോ പുണ്യമാണ്. സുന്നത്തായ ഒരു പുണ്യ നേടുന്നതിനേക്കാൾ ഉത്തമം ഹറാമായ ഒരു കുറ്റത്തിൽ ചെന്ന് ചാടാതിരിക്കലാണ്. അപ്പൊ വഖ്തിൽ നിന്നിട്ട് കുറച്ച് പുറത്തു പോകാൻ സാഹചര്യം ഹറാമാണല്ലോ. അതിന് കാരണമാകുന്ന, ഹറാമിലേക്ക് ചാടാൻ കാരണമാകുന്ന കാര്യം സുന്നത്തായ ഇബാദത്താണെങ്കിൽ പോലും ആ സുന്നത്ത് ഉപേക്ഷിക്കൽ വുജൂബാണ്. അപ്പൊ ആ സുന്നത്ത് എടുത്താൽ അപ്പൊ അവിടെ സുന്നത്തല്ല വരിക, മറിച്ച് ഹറാമാണ് വരിക. എന്നാലും സുന്നത്തല്ലേ എന്നാണ് ചോദ്യമില്ല. കാരണം ഒരു ഹറാമിലേക്ക് കൂട്ടുന്ന കാര്യവും ഹറാമ് തന്നെ. വഖ്തിൽ നിന്നിട്ട് കുറച്ച് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകാൻ ഹറാമാണ്. ആ ഹറാമിലേക്ക് കൂട്ടുന്ന കാര്യമാണ് ഈ സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കലെങ്കിൽ ആ സുന്നത്തും ഹറാമാണ്. അതുകൊണ്ട് സുന്നത്ത് ഉപേക്ഷിച്ച് ഫർദ് മാത്രം എടുക്കൽ വുജൂബാവും ഈ സാഹചര്യത്തിൽ. കമാ സറഹ ബിഹിൽ ബഗ്വി, ഇമാം ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അസ്ഹാബ് ശാഫിയ്യത്തിൽപ്പെട്ട മഹാനായ ഇമാം ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ വഖ്തെടുക്കമാവുന്ന സമയത്ത്, നിസ്കാരം മുഴുവനായിട്ട് വഖ്ത് കിട്ടാത്ത നിലക്ക് വഖ്തെടുക്കമാവുന്ന സമയത്ത് സുന്നത്തിന്റെ മേൽ സുന്നത്ത് ഉപേക്ഷിച്ച് ഫർദിന്റെ മേൽ ചുരുക്കൽ വുജൂബാണ് എന്ന് സ്വരീഹായി തന്നെ ഇമാം ബഗ്വി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബഗ്വി തങ്ങൾ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മഹാനാണ്. വതബിഅഹുൽ മുതഅഖിറൂന, തന്നെയല്ല പിൻഗാമികളായ മറ്റ് ഇമാമിങ്ങളൊക്കെ മഹാനായ ഇമാം ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഈ മസ്അലയിൽ
പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. അവരും ഒക്കെ അത് അംഗീകരിച്ച് പറഞ്ഞവരാണ്. അപ്പോ ഇങ്ങനെയുള്ള നിസ്കാരം കുറച്ച് വക്തിന് പോകാൻ, പുറത്തുപോയി കളായി പോകാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി വുദൂഇന്റെ സുന്നത്തുകളൊക്കെ ഉപേക്ഷിച്ച് ഫർദ് മാത്രം ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഇമാം ബഗവി തങ്ങൾ പറഞ്ഞ ആ വുജൂബിൽ ബഹുമാനപ്പെട്ട മറ്റു മുതഅഖിരീങ്ങളായിരിക്കുന്ന ഇമ്മത്തും മഹാനായ ഇമാം ബഗവി തങ്ങളെ പിന്തുടർന്നിട്ടുണ്ട്. അപ്പൊ അവരും ഒക്കെ ആ കാര്യത്തിൽ ഇത്തിഫാഖാണ്. ഇതിപ്പോ വളരെ വ്യക്തം. എന്നാൽ വേറൊരു മസല ഉണ്ട്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറഞ്ഞ മറ്റൊരു മസല. ആ മസലയും ഈ മസലയും കൂടി ഒത്തു നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഇടാണ്ട്, ഒരു ഇഷ്കാല്. എന്താണത്? ആ ഇഷ്കാൽ നിൽക്കുക. ലാക്കിൻ ഇങ്ങനെ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വുജൂബിന്റെ മേൽ ചുരുക്കൽ വുജൂബാണെന്ന് പറയുകയും മുതഅഖിരീങ്ങൾ അതിനെ പിന്തുണക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ബഗവി ഇമാമ് തങ്ങൾ തന്നെ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഫീ ഫവാത്തി സ്വലാത്തി, നിസ്കാരം ഖളാ പോകാവുന്ന ഒരു മസലയിൽ, മുഴുവനായിട്ടല്ല, നിസ്കാരത്തിന്റെ ഏതാനും ഭാഗങ്ങൾ വക്തിന്റെ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയിൽ എപ്പം നിസ്കാരം പുറത്തു പോകും? ലൗ അക്മല സുനനഹ, നിസ്കാരത്തിന്റെ സുന്നത്തുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം വക്തിന്ന് പുറത്തു പോകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഫർള് മാത്രം എടുത്തുകൊണ്ട് അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്ർ 4 വഖ്തും അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച് തീർക്കാൻ നല്ല സമയമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അസർ ബാങ്ക് വിളിക്കാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. നിർത്തിക്കോളി. ഉദുവൊക്കെ എടുത്തു വന്നത് ഇയാള് അവിടത്ത് മറിച്ച് കിബിലക്ക് മുന്നിട്ടൊക്കെ ചെയ്തു. ഇനി 10 മിനിറ്റ് സമയമുണ്ട്. ഈ 10 മിനിറ്റ് സമയം വേണ്ടല്ലോ ഒരാൾക്ക് ളുഹ്ർ നിസ്കരിച്ച് തീർക്കാൻ. അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റ് ഉണ്ട് കൂട്ടിക്കോളി. 10 വേണ്ട, നിങ്ങൾക്ക് തോന്നായി തോന്നണ്ട. 5 മിനിറ്റ് ഉണ്ട്. ഈ 5 മിനിറ്റ് വേണ്ട ഫർള് മാത്രം എടുത്തുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കാൻ. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ബിസ്മി ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതി റുക്കൂയിൽ പോയി ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന സമയം തുമനീനത്തിട്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് ഒരു റബ്ബനാ ലക്കൽ ഹംദ് പറയേണ്ട സമയം മാത്രം എടുത്ത് ഇങ്ങനെ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഈ ളുഹ്ർ നിസ്കാരം പൂർത്തിയാക്കാം. പക്ഷേ ഈ സമയത്ത് സുന്നത്തായ കാര്യങ്ങളൊക്കെ പാടെടുത്താലാണെങ്കിലോ ചിലപ്പോ 3-ാമത്തെയോ 4-ാമത്തെയോ റക്അത്താവുമ്പോൾ അസർ ബാങ്ക് കൊടുക്കും. ഈ സാഹചര്യത്തിൽ ഇവൻ, അതായത് ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ പൂർണ്ണമായി വക്തിൽ കിട്ടാൻ സമയമുണ്ട്. പക്ഷേ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗം പുറത്തു പോകും, വക്തിന്ന് പുറത്തു പോകും. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ കൊടുത്തു. എന്താ ഫത്വ കൊടുത്തത്? ആ സുന്നത്തുകളെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നിസ്കാരത്തെ പൂർത്തീകരിച്ച് നിസ്കരിച്ചാൽ എന്ത് വേണമെന്ന് ആ സുന്നത്തുകളെ കൊണ്ടുവരാം എന്ന് ആര് ഫത്വ ചെയ്തു? ഇമാം ബഗവി തങ്ങൾ. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു തമ്മിൽ വ്യത്യാസം മനസ്സിലാകാൻ കൺഫ്യൂഷൻ വരാൻ കാരണം, ആദ്യം പറഞ്ഞ എന്താ, വുദൂഇന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, വുദൂ എടുത്തിട്ട് വന്ന് നിസ്കരിക്കുമ്പോഴത്തിന് നിസ്കാരത്തിൽ നിന്നിട്ട് കുറച്ച് ഭാഗം വക്തിന്ന് പുറത്തു പോകും എന്ന് കാണുന്ന സാഹചര്യത്തിൽ വുദൂഇന്റെ സുന്നത്ത് ഒന്നും എടുക്കാൻ പാടില്ല, ഫർള് മാത്രം എടുത്തിട്ട് നിസ്കരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഹറാമ് വരുമെന്ന്. എന്നാൽ ഇതേ ഇമാം ബഗവി തങ്ങൾ തന്നെ പറയാണ്, ഒരാള് ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ വക്തിൽ മുഴുവനായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇയാൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചു കൊള്ളണമെന്നില്ല, സുന്നത്ത് കൂടി എടുക്കാം. അപ്പൊ സുന്നത്ത് കൂടി എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വക്തിൽ നിന്ന് നിസ്കാരത്തിൽ നിന്ന് കുറച്ച് ഭാഗം വക്തിന്റെ പുറത്തു പോകും. എന്നാലും അവിടെ സുന്നത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ്. രണ്ടും സുന്നത്ത് കൊണ്ട് വക്തിന്റെ കുറച്ച് പുറത്തു പോകലല്ലേ. വുദൂഇന്റെ സുന്നത്ത് എടുത്തിട്ട് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം പുറത്തു പോകുന്നു, മറ്റേ നിസ്കാരത്തിന്റെ സുന്നത്ത് എടുത്തിട്ട് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം വക്തുന്ന് പുറത്തു പോകുന്നു. ആദ്യം പറഞ്ഞ വുദൂഇന്റെ സുന്നത്ത് എടുത്ത് പുറത്തു പോകുന്നിടത്ത് വുദൂഇന്റെ സുന്നത്ത് എടുക്കാൻ പാടില്ല, ഫർള് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നു. അതേ സമയത്ത് നിസ്കാരത്തിന്റെ സുന്നത്ത് കൂടി എടുത്താൽ കുറച്ച് പുറത്തു പോകുന്ന സാഹചര്യത്തിൽ അവിടെ സുന്നത്ത് എടുക്കാമെന്നും പറയുന്നു.
അത് തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഒരു ഇഷ്കാലാണല്ലോ. രണ്ടും സുന്നത്ത് കൊണ്ട് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം വഖത്തിന് പുറത്തു പോകുക എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എന്നാൽ രണ്ട് ഫത്വയും തമ്മിൽ വ്യത്യാസമോ? രണ്ട് ഫത്വയും തമ്മിലുള്ള വ്യത്യാസം വുളുവിന്റെ അവിടെ സുന്നത്തൊന്നും എടുക്കാൻ പാടില്ല, ഫർദ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് നിർബന്ധമാണ് എന്ന് പറയുന്നു. എന്നാൽ നിസ്കാരത്തിന്റെ അവിടെ ഇതേ ഇമാം ബഗവി തങ്ങൾ തന്നെ ഫത്വ കൊടുക്കുന്നത് ആ സുന്നത്ത് കൊണ്ടുവരാം, അപ്പൊ കുറച്ചു സ്ഥലം പുറത്തു പോയാലും കുഴപ്പമൊന്നുമില്ല എന്നതിന്റെ അർത്ഥം. എന്നല്ല വലൗലം യുദ്രിക് റക്അത്തൻ, ഒരു റക്അത്ത് പോലും പൂർണ്ണമായിട്ട് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരാള് മഗ്രിബ് ബാങ്ക് കൊടുത്ത് രണ്ടരക്കകത്ത് സുന്നത്ത് സ്കരിച്ചാട് മഗ്രിബ് സ്കരിക്കാൻ നിന്നു. ഇയാൾ അങ്ങോട്ട് തുടങ്ങിയത് ഏതാ? സൂറത്തുൽ ബഖറയാണ് തുടങ്ങി. നല്ല തെർത്തിയിൽ നമ്മൾ ഹാഫിദ് ഉസ്താദൊക്കെ ഓതുന്നത് പോലെ മാഷാ അല്ലാഹ് നല്ല തെർത്തിയിൽ ആ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് അദാബിന്റെ ആയത്ത് വന്നപ്പോ അദാബിനെ തൊട്ട് കാവൽ തേടി, റഹ്മത്തിന്റെ ആയത്ത് വന്നപ്പോ റഹ്മത്തിനെ ചോദിച്ചു, അങ്ങനെ പോയി. അങ്ങനെ ഉണ്ട് ഇയാള് തിൽക്കർ റസൂലു ഫളല്ലാ ബഅദുഹും അലാ ബഅദ് എത്തിയപ്പോക്ക് വല്ലാക അല്ലാഹു അക്ബർ എന്ന് അസ്റാൻ കൊടുക്കണേ. ഇയാളെ ഒരു റക്അത്ത് കൂടി പൂർത്തിയായിട്ടില്ല. ഒരു കുഴപ്പമില്ല ആ പറഞ്ഞേ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആ നിസ്കാരം ബാക്കി ഒരു റക്അത്തെങ്കിലും വഖ്ത് കിട്ടിയ സാങ്കേതികമായ അതാന്ന് പറയുന്നല്ലോ. ഇവിടെ ഒരു റക്അത്ത് കൂടി കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താ? വഖദ് യുഫറഖു, യുഫറഖു എന്നൊരു വായന ഉണ്ട്, അതിനെക്കാട്ടിലും നല്ലത് യുഫറഖു എന്ന് തന്നെയാണ്. ഫർക്ക് പറയപ്പെടും, തമ്മിൽ വ്യത്യാസം. ഫറഖ എന്ന് തന്നെ വിട്ടുപിരിക്കുക എന്നാ, ഇവിടെ വിട്ടുപിരിക്കുകയല്ല വേണ്ടേ, മനസ്സിലായില്ലേ? ഫർക്ക് പറയാം, വ്യത്യാസം. വുദൂവിന്റെ അവിടെ സുന്നത്ത് എടുക്കാൻ പാടില്ല എന്നും നിസ്കാരത്തിലാണെങ്കിൽ സുന്നത്ത് എടുക്കാമെന്നും വ്യത്യാസം പറയാൻ കാരണം ബി അന്നഹു സമ്മ, ഈ നിസ്കാരത്തിന്റെ ബാബില്, അതായത് നിസ്കാരത്തിൽ ഫർദ് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ മുഴുവനായി വഖ്തിൽ കിട്ടാൻ സമയമുള്ള സാഹചര്യത്തിൽ നിസ്കാരത്തിൽ തുടങ്ങിയ ഒരു വ്യക്തി സുന്നത്തുമായി ഷോലായി അല്പം പുറത്ത് പോയാലും കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം ആ നിസ്കാരത്തിൽ ഷോലായോർത്ത് ഇഷ്തഗല ബിൽ മഖ്സൂദ്, ഇബാദത്തിന്റെ അടിസ്ഥാനപരമായ ഇബാദത്തുമായി അവൻ ബന്ധപ്പെട്ടു. അൽ മഖ്സൂദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഇബാദത്ത്. അതിപ്പോ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തെ അടിസ്ഥാനപരമായ. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ അൽ മഖ്സൂദാണ്, ബിദാത്ത് മഖ്സൂദായ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ടു. ഫകാന, അപ്പൊ അവനായി തീർന്നു കമാലൗ മദ്ദ ഫിൽ ഖിറാഅത്തി. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞേക്ക്, മഗ്രിബ് കൊടുത്തോടെ നിസ്കരിച്ചു, പക്ഷെ നിസ്കാരം തുടങ്ങിയതിൽ നീണ്ട സൂറത്തുകൾ ഓതിയിട്ട്, ഉദാഹരണം അൽ ബഖറ ഓതി. അൽ ബഖറ ശരിക്ക് തജ്വീദിന്റെ നിയമം അനുസരിച്ച് നല്ല നിലക്ക് തെർത്തിയിലാക്കിയിട്ട് ഓതിയാൽ അൽ ബഖറ പൂർത്തിയായിട്ട് ഓതാനുള്ള സമയം ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് ഉണ്ടാവില്ല. ആ അൽ ബഖറ പൂർത്തിയായിട്ടാണ് ഓതി. ഇപ്പൊ ഒരു റക്അത്ത് കൂടി പൂർത്തിയായിട്ടില്ലെങ്കിൽ അവിടെ നിസ്കാരം കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? പൂർണ്ണമായി നിസ്കരിക്കാൻ സമയമുള്ള സമയത്ത് അവൻ തുടങ്ങിയത്, പിന്നെ നീണ്ടത് ഇബാദത്ത് വെച്ച് ബന്ധപ്പെട്ടല്ലേ, കുഴപ്പമില്ല എന്നതുപോലെയാണ് നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ ഫർദ് മാത്രം എടുത്താൽ മുഴുവനായി നിസ്കരിക്കാൻ സൗകര്യമുള്ളപ്പോൾ അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അവൻ സുന്നത്ത് കൂടി എടുത്തപ്പോ കുറച്ച് പുറത്തു പോയത് ആ മഖ്സൂദായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് നീട്ടുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്തോ വുളു ആണെങ്കിൽ മഖ്സൂദല്ല വസീലയാണ്. ഇബാദത്ത് രണ്ട് തരാണ്, മഖ്സൂദായ ഇബാദത്തെന്നും വസീലയായ ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് ജാതിയുണ്ട്. മഖ്സൂദായത് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഇബാദത്ത്, വസീല എന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനപരമായ ഇബാദത്തിന് വേണ്ട ചട്ടവട്ടങ്ങൾ. ചട്ടവട്ടങ്ങൾ പറഞ്ഞ ഒരാളിപ്പോ നിസ്കരിക്കണം, അത് അസ്ലി ഇബാദത്ത്, മഖ്സൂദ് ഇബാദത്താ. പക്ഷേ വുളു ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, അപ്പൊ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വുളു എടുക്കുന്നത്. അല്ലെങ്കിൽ ജനാബത്തുള്ള ആളാണെങ്കിൽ കുളിക്കണം, അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. വസ്ത്രത്തിലോ ശരീരത്തിലോ നജസ് ഉണ്ടെങ്കിൽ അത് നീക്കണം, അത് ഇബാദത്തിന് എന്തിനാണ്? നിസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്ത. അപ്പൊ അതൊക്കെ വസീലയാണ്. അവിടുത്തെ മറക്കുക, ഖിബ്ലക്ക് മുന്നിടുക തുടങ്ങിയ ഇതൊക്കെ വസീലകളാണ്. അതേ സമയത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലത്തത് മഖ്സൂദ് ഇബാദത്ത. അപ്പൊ മഖ്സൂദുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നീട്ടുന്നതിന്റെ വിധിയല്ല, വസീലയുമായി ബന്ധപ്പെട്ടത് കാരണം മഖ്സൂദായ ഇബാദത്ത് അതാകാൻ ഇടവരാൻ പാടില്ല എന്നതായിരിക്കാം അതിന്റെ ന്യായം. ഓക്കെ, അതിപ്പോ ഒരു കാരണം. അപ്പൊ ഫർദ് മാത്രം എടുത്ത് സുന്നത്ത് ഒഴിവാക്കി ഫർദിന്റെ മേൽ മാത്രം ചുരുക്കിക്കൊള്ളണം,
വഖ്ത് ഇടുക്കമായാൽ ഔ ഖില്ലത്തിമാഇൻ, അതല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാലും അങ്ങനെ തന്നെ വേണം. എന്തിനെ തൊട്ട് വെള്ളം കുറഞ്ഞു വിചാരിച്ചു ലായക്ക് ഫീ, ആ വെള്ളം തികയാത്ത നിലക്ക് ഇല്ലൽ ഫർള, ഫർളിനല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരാളടുത്ത് കുറച്ച് വെള്ളമുണ്ട്, ഈ വെള്ളം കൊണ്ട് അദ്ദേഹം വുദൂന്റെ ഫർളിനെ വീട്ടുന്ന നെയ്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം മുഖം കഴുകി, ഒരു പ്രാവശ്യം കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകി, ഒറ്റ പ്രാവശ്യം തലയും തടകി, ഓരോ പ്രാവശ്യം കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകിയാൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്, അതിനകത്തുള്ള വെള്ളമേ ഉള്ളൂ. അതേ സമയത്ത് മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖം 3 വട്ടം കഴുകി ഒരു കയ്യെ 3 വട്ടം കഴിയുമ്പോൾ കഴിഞ്ഞ് പിന്നെ വെള്ളമില്ല. ഇങ്ങനെ മുഴുവനായി ഫർളും സുന്നത്തും കൂടി എടുത്താൽ പൂർത്തിയാക്കാൻ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഫർള് മാത്രം എടുത്താൽ തികയുമെങ്കിൽ അവിടെ സുന്നത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ഫർള് മാത്രം എടുത്തു കൊള്ളണം. അപ്പൊ അതായത് ഫലവുക്കാരമാഹു, ഒരാളെ കൈവശം ഉണ്ടായി തന്റെ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ തികയാത്ത വെള്ളമുണ്ട്. ജനാബത്തുള്ളവനാണെങ്കിൽ മുഴുവനായിട്ട് കുളിക്കാൻ വെള്ളമില്ല, വുദൂ ഇല്ലാത്തവനാണെങ്കിൽ പറഞ്ഞേക്ക് മുഴുവനായിട്ട് എടുത്തു തീർക്കാനുള്ള വെള്ളമില്ല. എപ്പം സല്ലസ ഓരോന്ന് മുമ്മൂന്നിച്ചോട്ടം ചെയ്യുകയാണെങ്കിൽ ഔ അത്തസുനന, അല്ലെങ്കിൽ സുന്നത്ത് എടുക്കുകയാണെങ്കിൽ, സുന്നത്തൊക്കെ എടുത്ത് ഫർളും സുന്നത്തോടെയും പൂർത്തിയാക്കുകയാണെങ്കിൽ അതിന് തികയില്ല വെള്ളം, ഫർള് മാത്രം എടുത്താൽ തികയും. അല്ലെങ്കിൽ ഓരോരോ വട്ടം എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിന് തികയും, 3 വട്ടാക്കുകയാണെങ്കിൽ തികയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫർളിന്റെ മേൽ മാത്രം ചുരുക്കൽ നിർബന്ധമാണ്. ഇനി അതല്ല വെള്ളമൊക്കെ നല്ലോണം ഉണ്ട്. മൂന്നാമത്തൊരു കോലം അവിഹത്താജ ഇലൽ ഫാവിലി, ഈ ഫർളായ ഓരോ വട്ടം ഫർളായ അവയവങ്ങൾ കഴുകാൻ മാത്രം എടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട് മുഹ്തറമിൻ, ഹുർമത്തുള്ള ഒരു ജീവിയുടെ ദാഹത്തിന് വേണ്ടി. അത് അവന് തന്നെയാവാം, അവന്റെ കൂട്ടുകാർക്കാവാം, അവന്റെ കൂടെയുള്ള പോറ്റൽ അനുവദനീയമായ മൃഗങ്ങൾക്കാവാം. ഇവക്ക് ഇപ്പോഴുള്ള ദാഹിക്കൊള്ളില്ല, തുടർന്ന് വരുന്ന ഭാവിയിലുള്ള ദാഹമായാലും മതി. അപ്പൊ ദാഹത്തിനാവശ്യം, കുടിക്കേണ്ട ആവശ്യത്തിന് ആവശ്യമായി വരും, അതിനുള്ള വെള്ളമേ ഉള്ളൂ എന്ന് കണ്ടാലും സുന്നത്ത് ഉപേക്ഷിക്കുക. 3 പ്രാവശ്യാക്കലും മറ്റു സുന്നത്തുകളും ഉപേക്ഷിച്ചുകൊണ്ട് ഫർളിൽ മാത്രം വെള്ളം ഉപയോഗിക്കൽ നിർബന്ധമാകും. ഇങ്ങനെ വന്നാൽ വിഷയമിനി അന്നെ. ഇപ്പൊ 3 കാര്യ പറഞ്ഞത്. സുന്നത്തുകളൊക്കെ ഉപേക്ഷിച്ച് ഫർളിന്റെ മേൽ മാത്രം ചുരുക്കൽ നിർബന്ധമാവുന്ന 3 സാഹചര്യം. ഒന്ന്, വഖ്ത് വളരെ പരിമിതമാണ്, സുന്നത്തുകളൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോഴേക്ക് ഫർള് നിസ്കാരത്തിൽ നിന്നിട്ട് അല്പമെങ്കിലും വഖ്ത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അവിടെ ഫർള് മാത്രമേ എടുക്കാവൂ, സുന്നത്ത് എടുത്തുകൂടാ. വെള്ളമില്ലാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തേത്, കുറഞ്ഞ വെള്ളമുണ്ട്, 3 ചോട്ടം കഴുകാനോ അല്ലെങ്കിൽ സുന്നത്തെടുക്കാനോ ഉപയോഗിച്ചാൽ വുദൂ പൂർത്തിയാവില്ല. അതല്ല, ഫർള് മാത്രം എടുത്താൽ വുദൂ പൂർത്തിയാവും, എന്നാൽ സുന്നത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഫർള്. അപ്പൊ വെള്ളം തികയാതെ. മൂന്നാമത്തെ സാഹചര്യം, വെള്ളമുണ്ട്, പക്ഷേ ഉള്ള വെള്ളം കൊണ്ട് വുദൂ സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് ചെയ്താൽ കുടിക്കേണ്ട വെള്ളത്തിന് പരിമിതി വരും, കുടിക്കാൻ വെള്ളമില്ലാതെ വരും. അവിടെ സുന്നത്ത് ഒക്കെ ഒഴിവാക്കി ഫർള് മാത്രം എടുത്താൽ കുടിക്കേണ്ട ആവശ്യത്തിന് ബാക്കി വെള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും തന്നെ ഫർള് മാത്രം എടുത്ത് സുന്നത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ആട്ടെ, ഇതൊക്കെ വുദൂന്റെ മസലയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതേ നിലക്ക് തന്നെ ഈ 3 സാഹചര്യത്തിലും പറയപ്പെടും ഫിൽ ഗുസ്ലി, കുളിന്റെ അവിടെ. കുളിന്റെ അവിടെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് വഖ്ത് തികയാതെ വരുന്ന സാഹചര്യത്തിൽ ഫർളായ ശരീരം മുഴുവൻ തുഹൂറായ വെള്ളം കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം കഴുകുന്നതിന്റെ മേൽ ചുരുക്കണം. സുന്നത്തായ രണ്ടാമത്തതും മൂന്നാമത്തതും എടുക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം തികയാതെ വരുന്ന സാഹചര്യമുണ്ട്. സുന്നത്ത് അഥവാ ആദ്യം ഒരു വുദൂഒക്കെ ചെയ്ത് പിന്നെ നജസ്സിനെയും മയക്ക് മാലിന്യങ്ങളെയും കഴുകി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് ആദ്യം തല 3 പ്രാവശ്യം, പിന്നെ ശരീരത്തിന്റെ വലതു ഭാഗം, പിന്നെ അടുത്ത ഭാഗം, പിന്നെ ഒക്കെ പറഞ്ഞ് ഒപ്പിച്ചുമ്പോക്ക് വഖത്ത് പോവുമെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഫർള് മാത്രം ചെയ്യാം. അതിൽ ഈ വെള്ളം തികയാതെ വരികയാണെങ്കിൽ ഫർള് മാത്രം എടുക്കുക. അതിനുള്ള വെള്ളം കൊണ്ട് കുടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും ഫർള് മാത്രം എടുക്കുക. വുദൂയിലും കുളിയിലും ഈ നിയമം ഇങ്ങനെ തന്നെ. ഈ 3 സാഹചര്യത്തിലും ഫർളിന്റെ മേൽ മാത്രം ചുരുക്കുകയും സുന്നത്ത് ഉപേക്ഷിക്കുകയും ചെയ്യൽ ഉജൂബാവുന്നു.
ഇനി വലതുബൻ സുന്നത്തായ നിലയിൽ ചുരുക്കണം, അലൽ വാജിബി നിർബന്ധമായതിന്റെ മേൽ ബിതർക്കി സുനനി സുന്നത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. വുദൂഇന്റെ സുന്നത്തുകളൊക്കെ ഒഴിച്ച് ഫർള് മാത്രം എടുക്കുക. കുളിന്റെ സാഹചര്യത്തിലാണെങ്കിൽ കുളിന്റെ സുന്നത്തുകളൊക്കെ ഉപേക്ഷിച്ച് ഫർള് മാത്രം എടുക്കുക. അത് സുന്നത്താണ്. എന്തിനു വേണ്ടി? ഇദ്റാക്കി ജമാഅത്തിനെത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നു കൊടുക്കാൻ വന്നപ്പോ വെള്ളയ്യൊന്നുമില്ല, നിസ്കാരം എന്ന പ്രശ്നമില്ല, കുടിക്കേണ്ട ആവശ്യത്തിന്റെ ബേജാറുമില്ല. പക്ഷേ ജമാഅത്ത് തുടങ്ങിയാണ്. ഇപ്പോ ജമാഅത്ത് തുടങ്ങിയല്ല, ജമാഅത്ത് കുറയാണ്ടായത്. ഇവനിപ്പൊ ഇനി സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഒന്നു എടുത്ത് ചെല്ലുമ്പോക്ക് ജമാഅത്ത് കഴിയും, സലാം വീട്ടും. അതോടുകൂടി ലമ്യർജു വൈറുഹ, ഇതല്ലാത്ത മറ്റൊരു ജമാഅത്തിന് അവനൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. തന്നെ വേറെ ഒന്ന് രണ്ടാളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ജമാഅത്താണ് കഴിഞ്ഞാൽ അവരെ കൂട്ടിയിട്ടൊരു ജമാഅത്തായിട്ട് നിസ്കരിക്കുക. എന്നാൽ പിന്നെ അവിടെ ഈ പറയുന്ന സുന്നത്ത് വരൂല. വേറൊരു ജമാഅത്ത് അവിടെ കിട്ടൂല. ഉള്ള ജമാഅത്താണെങ്കിൽ കയ്യാനായിരുന്നു. സുന്നത്തുകൾ എടുത്താൽ ജമാഅത്ത് പോകും. സുന്നത്ത് ഒഴിവാക്കി ഫർള് മാത്രം എടുത്താൽ ജമാഅത്ത് കിട്ടും. എങ്കിൽ അവിടെ സുന്നത്തിന്റെ മേൽ മാത്രം ചുരുക്ക്. സുന്നത്താണ്, വുജൂബില്ല. കാരണം ജമാഅത്ത് സുന്നത്താണല്ലോ ഷാഫി മദ്ഹബിലെ മുഅ്തബറായ ഖൗല്. അതായത് ഫർള് കിഫായിയ. ആ ഷിആർ ഒഴിവാകുന്നവർക്ക് ഒരു ജമാഅത്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു മുഅക്കദായ സുന്നത്താണ്. അപ്പൊ ഈ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വുദൂഇന്റെ സുന്നത്തിന് ഉപേക്ഷിക്കൽ വുജൂബില്ല, സുന്നത്താ. എന്നാൽ പൊതുവെ ഇങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു ഇസ്തിദ്റാക്കുണ്ട്. ഒരു സുന്നത്ത് എങ്ങനത്തെ സുന്നത്താണ്? ഖീലബി വുജൂബിഹി, അങ്ങനെയുള്ള സുന്നത്തുകൾ വുജൂബാണെന്ന് ഖൗല് നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സുന്നത്തുകൾ അതേതുപോലെ ഉദാഹരണം മലക്കൽക്കി വന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവയവങ്ങൾ തേച്ച് കഴുകൽ സുന്നത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് വുജൂബാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തല മുഴുവനായി തടകൽ വുജൂബാണെന്ന് മാലിക് ഇമാമും അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുഴുവനായിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള വുജൂബ് കൊണ്ട് ഖൗല് നടന്ന സുന്നത്ത് യംബഗി തഖ്ദീമുഹു അലൈഹാ, ഈ ജമാഅത്തിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ? രണ്ടും സുന്നത്താ. വുദൂഇന്റെ ഇങ്ങനെയുള്ള സുന്നത്തുകൾ എടുക്കലും സുന്നത്താണ്, ജമാഅത്തും സുന്നത്താ. അവിടെ രണ്ട് സുന്നത്തുകളിൽപ്പെട്ട വുജൂബ് കൊണ്ട് ഖൗലുള്ള സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജമാഅത്ത് കിട്ടാൻ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഏതുപോലെ കുറെ നിസ്കാരം ഒരാൾക്ക് കളായി, ഒന്നിലധികം നിസ്കാരം ഒരാൾക്ക് കളായി. അങ്ങനെ കളായി കള വീട്ടുന്നോടത്ത് ഉണ്ടായിട്ട് കളായ നിസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ ഒരാള് രാത്രി കുറെ സമയം നിസ്കരിച്ചു, അതല്ലെങ്കിൽ എന്തോ ഒരു ദീനിയായ കാര്യമായിട്ട് ഹൈറായ ഒരു കാര്യമായിട്ട് ഷോലായി. അങ്ങനെ രാത്രി വളരെ താമസിച്ചാണ് ഇദ്ദേഹം ഉറങ്ങിയത്. ദൗർഭാഗ്യവശാൽ സുബി അറിഞ്ഞേയില്ല. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ആള് അറിഞ്ഞത്. അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യവുമായി ഷോലായിട്ട് വഖത്ത് കടന്നതും വഖത്ത് കഴിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല. ഖളായിന് ശേഷമാണ് ഇയാൾ അറിയുന്നത്. അങ്ങനെ മറന്നുകൊണ്ടോ ഉറങ്ങിക്കൊണ്ടോ ഖളാ ആയ നിസ്കാരാണല്ലോ ഇപ്പൊ ഉസ്റ് കൊണ്ടുള്ള. അങ്ങനെയുള്ള ഉസ്റ് കൊണ്ട് ഖളാ ആയ സുന്നത്ത് ഫർള് നിസ്കാരത്തെ മുന്തിക്കൽ സുന്നത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനേക്കാൾ? അലൽ ഹാളറത്തി, അതായ നിസ്കാരത്തെക്കാൾ. അതായ നിസ്കാരത്തെക്കാളും ഉസ്റ് ഉണ്ടായിട്ട് ഖളായ നിസ്കാരത്തെ ഖളാ വിട്ടതിനെ മുന്തിക്കണം. വൈൻ ഫാത്തത്തിൽ ജമാഅത്ത് കൊണ്ടോ, ഈ അതായ നിസ്കാരം ഇപ്പോൾ ജമാഅത്ത് ഉണ്ടായിപ്പോയി കൂടിയാ അതാവും കിട്ടും, ജമാഅത്തും കിട്ടും, പിന്നീട് ഖളാ വീട്ട. എന്നാൽ അവിടെ ഈ ജമാഅത്തിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത് ഉസ്റുണ്ടായിട്ട് ഖളായതാണെങ്കിൽ പോലും ആ ഖളാ ആയ നിസ്കാരത്തെ അതായിനേക്കാൾ മുന്തിക്കുക എന്നതാണ്. ഇവിടെ എന്താ? ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സുന്നത്തും ഉണ്ട്, ഖളാ ആയ നിസ്കാരത്തെ അതായിനേക്കാൾ മുന്തിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തും ഉണ്ട്. അപ്പോൾ വുജൂബ് കൊണ്ട് ഖൗല് നടന്നതാണ് ഈ അതായ നിസ്കാരത്തെക്കാൾ ഖളായിനെ മുന്തിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. അന്നതുപോലെയാണ് വുജൂബ് കൊണ്ട് ഖൗലുള്ള സുന്നത്തുകളെയാണ് ജമാഅത്ത്
ജമാഅത്തിനേക്കാളും മുന്തിക്കേണ്ടത്. കാരണം ജമാഅത്ത് മുഅക്കദായ സുന്നത്താണ്. അതേസമയത്ത് വുദൂന്റെ സുന്നത്തോടും സുന്നത്ത് തന്നെയാണ്. ചിലത് അതിന് വുജൂബാണെന്ന് കൗലുണ്ട്. വുജൂബാണെന്ന് കൗല് നടന്ന സുന്നത്തിന് ജമാഅത്തിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടതാണ്. പിന്നെ അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി തയമ്മുമിന്റെ ബാബാണ്. ശരിയല്ലേ? തയമ്മത്തിന്റെ ബാബ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും തയമ്മം കാര്യമായി വിശദമായി ഒരു ബാബ് ഇട്ടുകാണ്ടാ പറയാം. ഇവിടെ മഹാനായ മഖ്ദൂമ് തങ്ങള് അങ്ങനെ ചെയ്യാതെ വുദൂന്റെ അവസാനത്തിൽ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് തത്തിമ്മത്ത് എന്ന നിലക്ക് മാത്രം ചുരുക്കിയാണ് പറഞ്ഞേക്കാണ്. അതിന്റെ ഒരു കാരണം കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഫതുഹുൽ മുഈൻ മഹാനായ മഖ്ദൂമ് തങ്ങൾ പാപ്പ എഴുതിയത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ തയമ്മം ചെയ്യേണ്ടി വരിക എന്നത് വളരെ അപൂർവമായ സാധ്യത മാത്രമാണ്. കാരണം വെള്ളമില്ലാത്തതിന്റെ പേരിൽ യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും വെള്ളമില്ലാത്തതിന്റെ മേൽ തയമ്മം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പൊ അതങ്ങനെ വല്ലാതെ വിശദീകരിച്ച് പറയേണ്ട സാഹചര്യം അന്ന് നിലവിലില്ലാത്തത് കൊണ്ടായിരിക്കാം വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. എന്നാൽ രോഗസംബന്ധമായ കാരണങ്ങളാൽ തയമ്മം ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് താനും. എല്ലാ നാട്ടിലും ഉണ്ടാവും. വെള്ളമില്ലാത്തതിന്റെ പേരിൽ തയമ്മം ചെയ്യേണ്ടി വരുന്ന ഈ അറബി നാടുകൾ പോലെയുള്ള വരണ്ട നാടുകളിലൊക്കെ ആവുമ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ അധികവും അറബികളാണല്ലോ. അപ്പൊ അവരുടെ സാഹചര്യം വെച്ചുകൊണ്ട് അവർ അതിനെപ്പറ്റി വളരെ വിശദമായും വസ്തുനിഷ്ഠമായും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. എല്ലാവർക്കും ലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാന, അവർക്കൊക്കെ അതിൻ്റെതായ വ്യക്തമായ ന്യായങ്ങളുണ്ട്. ആ ന്യായത്തിനനുസരിച്ചാണ് മഹാന്മാരായ അയിമ്മത്തും ഒക്കെ ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ തയമ്മ എടുത്താ തീരുവോ മടുക്കുവോ അതെനിക്കറിയില്ല. കിതാബിൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതൊന്ന് വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നാളെ എടുക്കാന്നാ തോന്നുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകാന്നൊക്കെയാണ് ആലുരാജി പറയുന്നത്. പക്ഷേ കിതാബ് പറഞ്ഞ് ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ഓതി തീർക്കാൻ കഴിയും. അതുകൊണ്ട് കാര്യമായില്ല. മനസ്സിലായില്ലേ? കിതാബ് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എടുത്തു തീർത്താൽ വിഷയങ്ങളൊന്നും എവിടെയും എത്തൂല. തയമ്മത്തിനെ പറ്റി ചുരുങ്ങിയത് ഏഴാനത്തേരം പറഞ്ഞതെങ്കിലും ഒന്ന് ചെറുതായി പറയാതിരുന്നാൽ തയമ്മത്തിന്റെ ബാബ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കും. മോചാന്മാർക്ക് ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓര് പലയിടത്തുനിന്നും അതൊക്കെ പഠിച്ചതാണ്. അതേ സമയത്ത് കേൾക്കാൻ വന്നുത്തരിക്കുന്ന സാധാരണക്കാരായ ആളുകളിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ചാളുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തയമ്മത്തിന്റെ സ്വന്തമായിട്ടൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ആശയ ഉൾപ്പെടെ ഫതുൽ മുഈൻ തന്നെ കൂട്ടത്തിൽ അതിൽ പറഞ്ഞ ആശയിൽ പറഞ്ഞ വിശദീകരണത്തോടു കൂടി അല്പം വിശദമായി തന്നെ നാളെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഓതാ. ഇന്നിപ്പോ വുദൂവിന്റെ ബാബ് അവിടെ പൂർത്തിയാകാനുണ്ടായിരുന്ന ബാക്കി പൂർത്തിയാക്കി എന്ന് മാത്രം. ഇനി ബാക്കി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കിയുള്ള സമയം നമുക്ക് നിർത്തുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ചോദ്യക്കാര് കുറവാണെങ്കിൽ നമുക്ക് വേഗം നിർത്താം. അല്ലെങ്കിലോ ആവശ്യക്കാര് ചോദ്യക്കാര് അല്ലോ ഉണ്ടെങ്കിൽ അപ്പോ സമയമുള്ളിടത്തോളം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് കീശീരി എന്നെ മുന്നിൽ ആരാ ഉള്ളവരൊക്കെ വന്നോളി ഇൻഷാ അല്ലാഹ്.